ദേശീയ അധ്യക്ഷൻ മുലായം സിംഗ് യാദവ് ഇടപെട്ട് പ്രതിസന്ധി പരിഹരിച്ചുവെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും സമാജ്വാദി പാർട്ടിയിൽ പൊട്ടിത്തെറി തുടരുന്നു. അഖിലേഷ് അനുകൂലിയും മന്ത്രിയുമായ പവൻ പാണ്ഡെയെ ശിവപാൽ യാദവ് പുറത്താക്കി. മുലായം അനുകൂലിയും MLC-യുമായ ആഷു മാലിക്കിനെ തല്ലിയതിനാണ് 6 വർഷത്തേക്ക് പാണ്ഡെയെ പുറത്താക്കിയത്. അഖിലേഷ് യാദവിന്റെ വസതിക്ക് പുറത്തുവച്ചായിരുന്നു മാലിക്കിനെ പാണ്ഡെ കയ്യേറ്റം ചെയ്തത്. പാണ്ഡെയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേഷ് യാദവിനെ കത്തെഴുതിയതായി ശിവപാൽ യാദവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. पार्टी की नीतियों और हितों के विपरीत कार्य करने एवं पार्टी विरोधी गतिविधियों में लिप्त होने के कारण समाजवादी पार्टी से 6 वर्ष के लिए निष्कासित किया जाता है. മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ശിവപാൽ യാദവ് അടക്കമുള്ളവരെ തിരിച്ചെടുക്കുന്നതിൽ തീരുമാനമായില്ല. കഴിഞ്ഞ ദിവസം മുലായം സിംഗിന്റെ വാർത്താ സമ്മേളനത്തിൽ പുറത്താക്കപ്പെട്ടവർ പങ്കെടുത്തിരുന്നു. ഇതിനിടെ അടുത്ത മാസം 3-ന് നടത്താനിരുന്ന രഥയാത്രയുമായി മുന്നോട്ടു പോകാൻ അഖിലേഷ് ക്യാമ്പ് തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട തന്നെ അനുകൂലിക്കുന്ന MLA-മാരുടെയും MLC-മാരുടെയും യുവനേതാക്കളുടെയും യോഗം വിളിച്ചാണ് അഖിലേഷ് തീരുമാനമെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായ രഥയാത്രയ്ക്ക് പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയില്ല. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തനിക്ക് വ്യക്തമായ പ്രാതിനിധ്യം വേണമെന്നാണ് അഖിലേഷിന്റെ ആവശ്യം. എന്നാൽ പാർട്ടിയും മുലായവും ആയിരിക്കും തീരുമാനമെടുക്കുകയെന്നാണ് ശിവപാൽ യാദവിന്റെ നിലപാട്. രഥയാത്ര നടത്തി പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ് അഖിലേഷ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ തന്നെയായിരിക്കും പാർട്ടിയുടെ പ്രചാരണം നയിക്കുകയെന്ന വ്യക്തമായ സന്ദേശം നൽകാനാണ് അഖിലേഷ് ഇതിലൂടെ ശ്രമിക്കുന്നത്. ലക്നൌവിൽ നിന്നും ജിജി പിള്ളയ്ക്കൊപ്പം രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്.